ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള പാലോ ആൾട്ടോയിൽ വരുന്ന കോൺഫിഗറേഷനാണ്. എങ്ങനെയാണ് ലിങ്ക് കോൺഫിഗറേഷൻ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ജസ്റ്റ് റീച്ചബിലിറ്റി ചെക്കിങ് മാത്രമേ ഉള്ളൂ. അത് ബിഗിനേഴ്സിന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് നമ്മൾ ലാബിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ടോപ്പോളജിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അപ്പം ഇത് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നമ്മളൊരു ഓഫീസെന്ന് വിചാരിച്ചോളൂ. ഇതിൻ്റെ ഹെഡ് കോട്ടാണ്, ഇതൊരു ബ്രാഞ്ച് 1 ആണ്. ഓക്കെ, അപ്പം ബ്രാഞ്ച് 1-ൽ കുറേ എൻ്റെ ഡിവൈസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആ എൻ്റെ ഡിവൈസ് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഉണ്ടാവും, സ്വിച്ച് ടു എഡ്ജ് ഡിവൈസ്. ഓക്കെ, എൻ്റെ ഡിവൈസ് എഡ്ജ് ഡിവൈസ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ISP-യിലേക്കാണ് ഉണ്ടാവുക. ISP ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ISP എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വെറും റൗട്ടർ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇതൊരു സിസ്കോ IOL റൗട്ടറാണ്. അതിൻ്റെ ഇമേജ് മാറ്റിയതാണ്, ഐക്കൺ മാറ്റിയതാണ്. ഓക്കെ, അത് ക്ലൗഡ് ആക്കിയാണ്. ഓക്കെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേപോലെ സെയിം ടോപ്പോളജി തന്നെയാണ് നമ്മുടെ ഹെഡ് കോട്ടിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ പാലോ ആൾട്ടോ എഡ്ജ് ഡിവൈസായിട്ട് പാലോ ആൾട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ LAN IP വരുന്നത് 192.168.1.0 സീരീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് 172.60.1.0 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ നമ്മൾ ISP-യിൽ നമ്മൾ പബ്ലിക് IP ആയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് 0 ആൻഡ് നമ്മളിവിടെ കൊടുക്കുന്നത് 20.20. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 20.2 20.1 കൊടുക്കും. ഇവിടെ 10.1 ഇവിടെ 10.2 ഇവിടെ 10.1 കൊടുക്കും. പിന്നുള്ളത് ഇതാണ് നെറ്റ്വർക്ക്. ഇത് മാനേജ്മെൻറ്റ് ഇൻ്റർഫേസിന് നമ്മൾ IP കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഇത് നമ്മൾ എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ പോയിട്ട് നെറ്റ്വർക്കിൽ പോയിട്ട് നമ്മളിവിടെ ഏത് മോഡാണ്, ബ്രിഡ്ജ് മോഡാണോ ക്ലൗഡാണോ നെറ്റ്വർക്ക്, ഞാൻ മാനേജ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ കൊടുക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് വഴി നമുക്ക് ഈ ഇൻ്റർഫേസിന് മാനേജ്മെൻറ്റ് IP നമുക്ക് ഈ പാലോ ആൾട്ടോ ഫയർവാളിന് നമുക്ക് മാനേജ്മെൻറ്റ് വഴി IP കിട്ടണം. ഓക്കെ, ഇപ്പോൾ നോർമലി ഇപ്പോൾ ഈ ഒരു ലാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം റിക്വയർമെൻറ്റ് ഒരു 16 GB റാമെങ്കിൽ വേണമെന്ന സ്പെക്ക് വേണം നമ്മുടെ ലാപ്പിന് മിനിമം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 32 ആണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ള OS എന്നുള്ളത് പാലോ ആൾട്ടോൻ്റെ 10 സീരീസ് 10.0 ഇതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പാലോ ആൾട്ടോൻ്റെ നോഡ് എടുക്കുമ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത് 8.0 ഉണ്ട്, അതുപോലെ തന്നെ 10.0 ഉണ്ട്. 10.0 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 8.0 എടുക്കാം. 8.0 ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫാസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം റാം ഉള്ളവർക്ക് 10.0 എടുക്കാം. എൻ്റെ 32 റാം ആയതുകൊണ്ട് നമ്മൾ 10.0 എടുത്തിട്ടുണ്ട്. എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ 2 പാലോ ആൾട്ടോ ഓൺ ചെയ്ത് പാലോ ആൾട്ടോ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം നമ്മുടെ റാം എത്ര എടുക്കുന്നുള്ളതെന്ന്. ഫോർ എക്സാമ്പിൾ ഒരു പാലോ ആൾട്ടോ ഫയർവാൾ തന്നെ 4 GB റാം എടുക്കും. അപ്പോൾ 4 GB റാം 8 GB റാം മിനിമം എടുക്കും. ഓക്കെ, അപ്പം അതിൻ്റെ സ്പെക്ക് നമുക്കറിയാം എൻ്റെ മെമ്മറി ഇവിടെ 64 എടുക്കുന്നുണ്ട്. അപ്പം 32 GB ആയിട്ട് പോലും എൻ്റെ 64 പോയിൻറ്റ് സംതിങ് മെമ്മറി എൻ്റെ യൂസേജ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ സ്പെക്ക് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ എഡ്ജ് ഡിവൈസുകളൊക്കെ ഓൺ ചെയ്യാണ്. സ്റ്റാർട്ട് അടിക്കുക. അതുപോലെ തന്നെ സ്റ്റാർട്ട് അടിക്കുക. നിങ്ങൾക്ക് എല്ലാ ഡിവൈസും ഒപ്പം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് സ്റ്റാർട്ട് ഓൾ നോഡ്സ് സ്റ്റോപ്പ് ഓൾ നോഡ്സുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എല്ലാ ഡിവൈസും ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് പാലോ ആൾട്ടോ ഹെഡ് ക്വാർട്ടറിലുള്ള ഫയർവാൾ എടുക്കുക. ഈ ഫയർവാൾ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ അതിൽ യൂസർ നെയിമും പാസ്വേഡ് നമ്മൾ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു FortiGate ഫയർവാൾ എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് അതിന് യൂസർ നെയിം മാത്രമേ ഉണ്ടാവുള്ളൂ, പാസ്വേഡ് ഉണ്ടാവില്ല. പാസ്വേഡ് നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്യുക. ഇതിനിപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ബൈ ഡിഫോൾട്ട് അഡ്മിനാണ്. നമ്മൾ അഡ്മിൻ അടിച്ചു നോക്കുക. അഡ്മിൻ ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ന്യൂ എൻ്റർ ദ ഓൾഡ് പാസ്വേഡ് എന്ന് പറയാം. ഓൾഡ് പാസ്വേഡ് അഡ്മിനാണ്. ന്യൂ അടിച്ചു കൊടുക്കുക. അഡ്മിൻ 123. ഓക്കെ, അഡ്മിൻ 123. ഓക്കെ, ഞാൻ അതിനിപ്പം
പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇൻ്റർഫേസിന് ഏത് IP ആണ് കിട്ടിയതെന്ന് നമ്മൾ നോക്കണം. ഷോ ഇൻ്റർഫേസ് മാനേജ്മെൻറ്റ് എന്താ ഓക്കെ. ഇതിലിപ്പം 10 സീരീസ് ആയതുകൊണ്ട് തന്നെ പാലോൾട്ടോ 10 സീരീസ് ആയതുകൊണ്ട് തന്നെ ഇമേജിൽ എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് കമൻറ്റൊക്കെ അവിടെയും ഇവിടെയൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മാനേജ്മെൻറ്റ് ഇൻ്റർഫേസിന് കിട്ടിയിട്ടുള്ള IP എന്നുള്ളത് IP അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ 31.60 ആണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഗേറ്റ് വേ 31.1. ഫോർ എക്സാമ്പിൾ അതായത് നമ്മളെ ഈ ഇൻ്റർഫേസിന് കിട്ടിയിട്ടുള്ള IP ആണ് ഇത് പറയുന്നത്. ഓക്കെ, ഈ ഇൻ്റർഫേസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിപ്പോൾ നമുക്ക് CLI കമാൻഡാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം. അല്ലാതെ നമുക്ക് പാലോൾട്ടോ നമുക്കറിയാം, പാലോൾട്ടോ നമുക്ക് GUI ആക്സസ് ഉണ്ട്. ആ GUI ആക്സസ് വെച്ചിട്ട് നമുക്ക് ഈ മാനേജ്മെൻറ്റ് ഇൻ്റർഫേസ് വെച്ചിട്ട് നമുക്ക് ബ്രൗസറിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ GUI ആക്സസ് എടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ള IP എന്നുള്ളത് 60.0 ആണ്. ഞാൻ ആ IP ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, എങ്ങനെ ഓപ്പൺ ചെയ്യാൻ ചോദിച്ചാൽ HTTPS 192.168.31.60. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാർണിംഗ് ഒന്നുമില്ല, ജസ്റ്റ് എല്ലാത്തിലും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പാലോൾട്ടോൻ്റെ ആ ഒരു GUI ആക്സസിൻ്റെ വിൻഡോ നമുക്ക് ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള പാസ്വേഡ് ഞാനവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പാലോൾട്ടോ ഫയർവാളിൻ്റെ IP ഏതാ നോക്കുക. ഓക്കെ, ഇവിടെ ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് IP എന്താണെന്നുള്ള ഇവിടെ കാണിക്കുന്നതാണ്. അപ്പം 31.103 ആണ്. അപ്പോൾ അതോടെ ഓപ്പൺ ചെയ്യാം. നമുക്ക് GUI ആയിട്ടും ഇതുപോലെ ഓപ്പൺ ചെയ്യാം. HTTPS/192.168.31.0/ എൻ്റർ അടിക്കുക. അതടിച്ച് കഴിഞ്ഞാൽ സെയിം നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു വിൻഡോ ഓപ്പൺ ആവും. പക്ഷേ നമ്മൾ രണ്ടാമത്തെ ഫയർവാളിന് ഇവിടെ അഡ്മിൻ പാസ്വേഡ് കൊടുത്തിട്ടില്ല, പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള തന്നെ അടിക്കുക. ഓരോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനോട് കാണിക്കും. അതായത് 10 സീരീസ് നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ ഒരുപാട് ലോഡ് എടുക്കും. കാരണം ഇത് ലേറ്റസ്റ്റ് OS ആയതുകൊണ്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഓൾഡ് പാസ്വേഡ് നമ്മൾ ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അഡ്മിൻ 123. നമ്മളൊരു ലാബ് ചെയ്യുമ്പോൾ എല്ലാ ഡിവൈസിനും ഒരേ പാസ്വേഡ് കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും ഫസ്റ്റ് വരിക. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഇൻ്റർഫേസ് നമ്മൾ IP കൊടുക്കുക. ഓക്കെ, PA1 പോയിട്ട് നമ്മൾ ഇൻ്റർഫേസിന് IP കൊടുക്കുക. ഓക്കെ, അത് പാലോൾട്ടോ 1 ആണ്. അപ്പോൾ ഇൻ്റർഫേസിന് ഇങ്ങനെ IP കൊടുക്കുക. ആദ്യം നമ്മൾ പാലോൾട്ടോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് സോണാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർഫേസിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്നുള്ളത് സോൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോൺ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ നെറ്റ്വർക്ക് പോവുക, സോണിൽ ഓപ്ഷനിൽ പോവുക, ആഡ് ഓപ്ഷനിൽ ക്രിയേറ്റ് ചെയ്യുക. ഈ ആഡ് ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെ സോണാണ് വേണ്ടതെന്നുള്ളത് ഇൻസൈഡ് സോൺ ഉണ്ട്. ഞാൻ ഇൻസൈഡ് സോണും കൊടുത്തു. ഇതിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളതുണ്ട്. അത് നമ്മൾ അതായത് ഞാൻ പറഞ്ഞ തിയററ്റിക്കൽ കൺസെപ്റ്റ് കുറേ ഉണ്ട്. അതായത് പാലോൾട്ടോ ഫയർവാൾ എങ്ങനെയൊക്കെയാണ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. മീൻസ് ചില ആസ് പെർ കമ്പനി റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. അതായത് ചില കമ്പനികളിൽ പാലോൾട്ടോ ടാപ്പ് മോഡിൽ വെക്കും, അതിൽ വെർച്വൽ വെയർ ഓൺലി മോണിറ്ററിങ് പർപ്പസിന് വേണ്ടി മാത്രം. അപ്പം ലെയർ 2 ആസ് എ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഈ പാലോൾട്ടോനെ നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർഫേസ് ലെയർ 3 ആണ്. IP വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ട് ലെയർ 3 കൊടുത്ത് ഓക്കെ അടിക്കുക. ഇൻ്റർഫേസിന് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നെയിം കൊടുത്തു, ടൈപ്പ് ചെയ്തത് മാത്രം കൊടുത്തു. ഇപ്പോൾ 2 സോണുള്ളത്, ഇൻസൈഡ് ഔട്ട്സൈഡ്. ഓക്കെ, ഔട്ട്സൈഡ് കൊടുത്തു, ടൈപ്പ് ചെയ്യാന്നുള്ളത് കൊടുത്തു, ലെയർ 3 കൊടുത്തു. ഓക്കെ,
അതിന് ശേഷം ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഏത് ഇൻ്റർഫേസാണ് ഇവിടെ കണക്ട് ചെയ്തെന്ന് നോക്കാം. അപ്പം 0.1 നമ്മളൊന്ന് ISPയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ISP പോവാം. പോയിട്ട് നമുക്ക് എന്തെങ്കിലും കമൻറ്റ് കൊടുക്കുക, അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ISP എന്ന് കൊടുക്കുക. അതിന് ശേഷം ഇൻ്റർഫേസിൻ്റെ ടൈപ്പ് നമ്മൾ ലെയർ 3. ഓക്കെ, അപ്പോൾ ലെയർ 3 കൊടുത്തു. അതിന് ശേഷം ഇവിടെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ശേഷം ഇവിടെ വെർച്വൽ റൗട്ട്, ഇത് റൗട്ടിങ്ങിൻ്റെ ഓപ്ഷനാണ്. അതായത് എങ്ങനെയാണ് റൗട്ടിങ് പോകേണ്ടത്. ഡിഫോൾട്ടായിട്ട് റൗട്ടിംഗ് ഉണ്ട്, ആ ഡിഫോൾട്ട് റൗട്ടിംഗ് തന്നെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുക. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ OSPF അല്ലെങ്കിൽ BGP ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഇവിടെ വരും. ചെയ്തിട്ടില്ല, ബൈ ഡിഫോൾട്ട് ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ സെക്യൂരിറ്റി സോണാണ്. നമ്മൾ നേരത്തെ സെക്യൂരിറ്റി സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെയല്ല, അവിടെ അല്ലാതെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് സോൺ ക്രിയേറ്റ് ചെയ്തൊരു പുതിയ സോൺ ക്രിയേറ്റ് ഉള്ള ഓപ്ഷൻ ഉണ്ട് വേണ്ടത്. നമ്മൾ സ്റ്റാൻഡേർഡ് മെത്തേഡ് വെച്ച് നമ്മൾ ഫസ്റ്റ് സോൺ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോൺ ചെയ്ത് ഇപ്പം ISP ഔട്ട് സൈഡാണ്. ഓക്കെ, ഔട്ട് സൈഡ് ഓപ്ഷൻ കൊടുത്തു. അതിന് ശേഷം നമ്മൾ IP ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, IP പോയിട്ട് 100.10.10.1. ഓക്കെ, അതിൻ്റെ /വാല്യൂ 24. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ IPv6 ഒന്നും ചെയ്യുന്നില്ല, ഇത് മാത്രം കോൺഫിഗർ ചെയ്താൽ മതി. SD-WAN കൺസെപ്റ്റ് ഇവിടെ പറയുന്നില്ല. അപ്പം നോർമൽ കോൺഫിഗറേഷന് പോകുന്നത്. പിന്നെ പോയിട്ട് അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ മാനേജ്മെൻറ്റ് പ്രൊഫൈൽ എന്ന സംഭവം നമ്മളുണ്ട്. നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ആ ഇൻ്റർഫേസിലൂടെ ഏതൊക്കെ പ്രൊഫൈൽ, അതായത് സർവീസുകളാണ് നമ്മൾ അലോഡ് ചെയ്യുന്നത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഓൾ എന്നുള്ളൊരു ഇത് ക്രിയേറ്റ് ചെയ്തു. ഓൾ സർവീസ് എന്നുള്ളൊരു ഓപ്ഷന് ജസ്റ്റ് പേര് കൊടുക്കുക. എന്നിട്ട് ഏതൊക്കെയാണ് വേണ്ടെന്നുള്ളത് കൊടുക്കുക. ഞാൻ എല്ലാ ഓപ്ഷനും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് എന്താണ് HTTP. ഇപ്പം ചില കമ്പനികളിൽ HTTP അലോ ചെയ്യൂല, HTTPS മാത്രമേ അലോ ചെയ്യുള്ളൂ, ടെൽനെറ്റ് അലോ ചെയ്യില്ല, SSH മാത്രമേ അലോ ചെയ്യുള്ളൂ. അങ്ങനത്തെ ആസ് പെർ കമ്പനി റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ശേഷം ഇവിടെ ഓക്കെ മാനേജ്മെൻറ്റ് ഇൻ്റർഫേസ് ഓൾ സർവീസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഇൻ്റർഫേസിൻ്റെ നെയിം, ഇൻ്റർഫേസിൻ്റെ ടൈപ്പ് ഏതാണെന്നുള്ളതും, അതായത് മാനേജ്മെൻറ്റ് പ്രൊഫൈൽ എന്താണെന്നുള്ളതും ഓൾ സർവീസാണ് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ പിങ് മാത്രമാണെന്നുണ്ടെങ്കിൽ പിങ് ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഈ ലിങ്കിൻ്റെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത്. ഇപ്പം ലിങ്ക് എന്താണ്, ഡൗൺ ആയി കിടക്കുകയാണ്. ഇവിടെ അപ്പ് ആയാലും ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും, ഇവിടെ ഡൗൺ ആണ്. അപ്പം IP അഡ്രസ്സ് എന്താണെന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് സോൺ എന്താണ് ഔട്ട് സൈഡ് ഉണ്ട്. പിന്നെ കമൻറ്റ് നമ്മൾ നേരത്തെ ISPക്ക് ഉള്ളതാണ്. ജസ്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, ആ ലിങ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രം കൊടുക്കുന്നൊരു ഇതാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ലിങ്ക് ഏതാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ലിങ്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ലിങ്ക് കോൺഫിഗർ ചെയ്യാം. സെയിം തിങ്, LAN ഇൻ്റർഫേസ് ആണ്. അതേത് മോഡാണ്, ലെയർ 3 മോഡ്. അതിന് ശേഷം ഡിഫോൾട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇൻസൈഡ്. ഓക്കെ, ഇത് ഇൻസൈഡ് സോണാണ്, സെക്യൂരിറ്റി സോൺ ഇൻസൈഡ്. അതിനുശേഷം IPv4 നമ്മൾ പറഞ്ഞത് 192.168.1.1 ഗേറ്റ് 1.1 കൊടുത്തിട്ടുണ്ട്, 24. ഓക്കെ, അതിനുശേഷം അഡ്വാൻസ്ഡ് ഇതിൽ പോവുക. എനിക്ക് അത് ആവശ്യമുള്ളത് പുതിയ മാനേജ്മെൻറ്റ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തത് തന്നെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓൾ സർവീസ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. അപ്പം നമുക്കറിയാം ഇവിടെ ഇൻ്റർഫേസ് എല്ലാം കോൺഫിഗർ ചെയ്തു, രണ്ട് ഇൻ്റർഫേസും കോൺഫിഗർ ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾ കോൺഫിഗർ ചെയ്ത് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്മിറ്റ് ചെയ്യുക. ഞാൻ എല്ലാതും കഴിഞ്ഞിട്ടാണ് കമ്മിറ്റ് ചെയ്യുന്നത്, കുറേ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അതിന് ശേഷം ഇൻ്റർഫേസിന് കോൺഫിഗർ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഒരു ട്രാഫിക്, ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മളിവിടെ റൗട്ടർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യൂസർ ഇവിടെ നിന്നൊരു പിങ് ഈ ISPയിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ റൗട്ടറാണ്. ഇപ്പോൾ ഈ ഫയർവാളിൻ്റെ പകരം ഒരു റൗട്ടർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ട്രാഫിക് ഇതിൽ പോകും. കാരണം ഇത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ നെറ്റ്വർക്ക് ഡയറക്റ്റ്ലി കണക്റ്റഡ്. അപ്പം ഇവിടെ നിന്ന് പിങ് കൊടുത്താൽ ഇവിടേക്ക് പോകും. പക്ഷേ ആസ് എ ഫയർവാൾ, ഒരു എഡ്ജ് ഡിവൈസ് ഫയർവാൾ ആണെന്നുണ്ടെങ്കിൽ, ഫയർവാൾ എന്ന വ്യത്യാസം എന്താ വെച്ചാൽ അവിടെ നമ്മൾ സെക്യൂരിറ്റി സോൺ ഉണ്ട്. അതായത് ഈ സെക്യൂരിറ്റി സോൺ ഔട്ട് സൈഡിൽ നിന്നാണ് 0 ട്രസ്റ്റഡ് ആണ്. അപ്പോൾ അവിടേക്കും ഇൻസൈഡ് അവർ 100% ഔട്ട് സൈഡിലേക്ക് പോകില്ല. ഓക്കെ, അത് നമ്മൾ എന്താണ് ആദ്യം പോളിസി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പോളിസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ പോകേണ്ടത് ഇവിടെ പോളിസി ഓപ്ഷൻ ഉണ്ട്. പോളിസി ഓപ്ഷനിൽ പോവാം. സെക്യൂരിറ്റി ഓപ്ഷൻ ഇവിടെ കാണിക്കും. ബൈ ഡിഫോൾട്ട് ഇവിടെ പാലോൾട്ടോ ഫയർവാൾ ഇൻട്രാസോണും ഇൻ്റർസോണും എന്താണ് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രാസോൺ എന്ന് പറയുമ്പോൾ സെയിം സോണ്, അതായത്
അപ്പം ഇതിപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ഇൻസൈഡാണ്. ഈ ഇൻസൈഡിൽ നിന്ന് ഈ ഇൻസൈഡിലേക്ക് നമുക്ക് ട്രാഫിക്കിനെ അലോ ചെയ്തിട്ടുണ്ട് ബൈ ഡിഫോൾട്ട്. പക്ഷേ ഇൻ്റർ സോൺ, അതായത് ഡിഫറൻറ്റ് സോണിലേക്ക് ഇവിടെ ആക്ഷൻ കാണാൻ ഡിനെ ആണ്, ഇവിടെ അലോ ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് ഇതൊരിക്കലും നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കില്ല. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇവിടെ. ഓക്കെ, ചെയ്യുമ്പോൾ നെയിം കൊടുക്കുക ഇവിടെ, അതായത് ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. ഓക്കെ, നെയിം കൊടുത്തു. നെയിം കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. റൂൾ ടൈപ്പ് എന്താണുള്ളത് അത് നമ്മൾ കൊടുക്കുന്നില്ല, അതിന് ഓപ്ഷൻ ഇല്ല, ബൈ ഡിഫോൾട്ടോട് ആവശ്യമില്ല. പിന്നെ ടാഗ് ഓപ്ഷൻ, അതൊക്കെ അത് അഡ്വാൻസ്ഡ് ഓപ്ഷനാണ്, അത് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ അതിൻ്റെ സോഴ്സ് IP ആണ്, അതായത് സോഴ്സ് സോൺ ഏതാണെന്നുള്ളത്. ഇൻസൈഡ് ഇവിടെ നമുക്കറിയാം, ഇപ്പം ഇവിടെ നമുക്ക് ഒരു പെർട്ടിക്കുലർ IP മാത്രം കടത്തിവിടാം. അതായത് ഇപ്പം 192.168.10 ആ ഒരു യൂസറിന് മാത്രം ഔട്ട് സൈഡിലേക്ക് പോയാൽ മതി, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കാം. അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത അഡ്രസ്സിനോട് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇൻസൈഡിൽ നിന്ന് എല്ലാ യൂസറിനും ഔട്ട് സൈഡിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ സോഴ്സ് അഡ്രസ്സ് ഉണ്ടോ, ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിയാം. പക്ഷേ ഇവിടെ എല്ലാതും എനിന്ന് കൊടുത്തിട്ടുണ്ട്. ഏത് സോഴ്സ് യൂസർ ഏതാണെന്നുള്ളതും സോഴ്സ് ഡിവൈസ് ഏതാണെന്നുള്ളതും ഒക്കെ നമ്മൾ എനിന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബൈ ഡിഫോൾട്ടുള്ള കോൺഫിഗർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്, വെരി സെൻസിറ്റീവ് ആണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റതിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ ഡെസ്റ്റിനേഷൻ, അതായത് സോഴ്സിൽ നിന്ന് ഏത് ഡെസ്റ്റിനേഷനൊക്കെ പോകേണ്ടതെന്നല്ല, നമ്മളിവിടെ സോൺ ഏതാണ് കൊടുക്കുക, ഔട്ട് സൈഡിലേക്ക് പോകേണ്ടത്. ഏത് ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫിൽറ്ററിങ് ഒക്കെ ഉണ്ട് ഇതിൽ ഓപ്ഷന്. അപ്പോൾ ആപ്ലിക്കേഷൻ ഏത് ആപ്ലിക്കേഷൻ വെച്ച് ആയിട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്നുള്ളത് ആപ്ലിക്കേഷൻ നമ്മളവിടെ കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം ഈ സർവീസാണ്, URL ഏതൊക്കെയാണ്, ആക്ഷൻ അലോ ആണോ ഡിനെ ആണോ മോണിറ്റർ ആണോ ഓപ്ഷൻ ഉണ്ടാവും ഇതിൽ. ഓക്കെ, ഡിനെ അലോ ഡ്രോപ്പ് ഓരോ ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ അലോ ചെയ്ത് കൊടുക്കണം. ഓക്കെ, വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്തു, ഇൻസൈഡ് ടു ഔട്ട്സൈഡ്, അതായത് സോണ്, അതായത് സോഴ്സ് സോണ് ഇൻസൈഡ് എനി അഡ്രസ്സ് എനി യൂസർ എനി ഡിവൈസ്, ഡെസ്റ്റിനേഷൻ സോണ് ഔട്ട്സൈഡ് എനി അഡ്രസ്സ് എനി ഡിവൈസ് എനി ആപ്ലിക്കേഷന് സർവീസ് ആപ്ലിക്കേഷൻ ഡിഫോൾട്ട്. ഓക്കെ, ഇത് ആക്ഷൻ അലോ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഇൻസൈഡിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് വരാനുള്ള ഓപ്ഷൻ. ഓക്കെ, അതായത് സീറോ ട്രസ്റ്റ് സോണിൽ നിന്ന് ഇൻസൈഡിലേക്ക് വരാൻ നമ്മളൊരു വേറെ പോളിസി ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താണ്, ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫിഗർ ചെയ്യാം. അതൊരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് ഇവിടെ തന്നെ ഔട്ട്സൈഡിൽ നിന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, പക്ഷേ അത് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് നമ്മളെ സെക്യൂരിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അത് വേറെ സോൺ തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. ഓക്കെ, ഔട്ട്സൈഡ് ടു ഇൻസൈഡ് സോഴ്സ്, അതായത് ഔട്ട്സൈഡ്. ഓക്കെ, ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് വരണം. ഓക്കെ, ഡെസ്റ്റിനേഷൻ ഇൻസൈഡ്. ഓക്കെ, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇൻസൈഡ് ആക്ഷൻ അലോ. അപ്പോൾ നമുക്കറിയാം നമ്മൾ 2 സോൺ ക്രിയേറ്റ് ചെയ്ത് ഇൻസൈഡിൽ നിന്ന് ഔട്ടിലേക്കും ഔട്ടിൽ നിന്ന് ഇൻസൈഡിലേക്കും നമ്മൾ കോൺഫിഗർ ചെയ്ത്. ഒക്കെ ആക്ഷൻ അലോ ആണ്, ഡിനൈ ചെയ്തിട്ടില്ല നമ്മൾ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ടോപ്പോളജിയിൽ നമ്മളിപ്പം ഈ ഒരു ഫയർവാൾ മാത്രം കോൺഫിഗർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ DHCP ഇതിൽ എനേബിൾ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് മാനുവലി നമുക്കിവിടെ IP കോൺഫിഗർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ IP ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ഡിവൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഡിവൈസിലേക്ക് പോകാം. രണ്ടാമത്തെ സെയിം കോൺഫിഗറേഷൻ തന്നെ നമ്മൾ രണ്ടാമത്തേക്ക് പോകാം. ഇൻ്റർഫേസ് ആദ്യം സോൺ ക്രിയേറ്റ് ചെയ്യാം. ഇൻസൈഡ്. ഓക്കെ, ടൈപ്പ് ലെയർ 3. ഓക്കെ, ആൻഡ് ഔട്ട്സൈഡ് ടൈപ്പ് ലെയർ 3. ഓക്കെ, അതിനുശേഷം ഇൻ്റർഫേസിൽ പോവുക. ഇൻ്റർഫേസിൽ പോയിട്ട് ഇൻ്റർഫേസ് എവിടെയാണെന്ന് കൊടുക്കുക. 0 വാനിലേക്കാണ്. ISP കൊടുക്കുക. ഏത് മോഡാണുള്ളത്, ലെയർ 3 മോഡ്. ഡീഫോൾട്ട് സോൺ ഔട്ട്സൈഡ്. 100.20.20.1/24.
അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത് ഓക്കെ. ഫോറിൽ എന്തെങ്കിലും കോൺഫിഗറേഷൻ തെറ്റുണ്ടോ നോക്കുക. ഡിഫോൾട്ട് ഫയർവാൾ ഓക്കെ. ഇത് നമ്മൾ റീച്ചബിലിറ്റി എഫക്റ്റ് ചെയ്യും. എന്തെങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അലോ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇവിടെ നമ്മൾ കമ്മിറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഇതിൽ അത് വിട്ടു പോരുത്, കമ്മിറ്റ് ചെയ്ത് വിട്ടു പോരുത്. ലാന് ലെയർ 2 അല്ല ലെയർ 3 ഡിഫോൾട്ട് ഇൻസൈഡ് അല്ലേ, ഇൻസൈഡ് IPv4 172.60.1.1/24. ശേഷം മാനേജ്മെൻറ്റ് ഇൻ്റർഫേസ് പ്രൊഫൈല് ഓക്കെ കൊടുത്തു. ഇൻസൈഡ് ഔട്ട് സൈഡ്. ശേഷം നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്യുക. ഇൻസൈഡ് ടു ഔട്ട്സൈഡ് സോഴ്സ് ഇന്ന് ഡെസ്റ്റിനേഷൻ ഔട്ട് ആക്ഷൻ അലോ ആണ് ഡിഫോൾട്ട്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ഓക്കെ. സോഴ്സ് ഔട്ട്സൈഡ് ടു ഇൻസൈഡ് അല്ല പറഞ്ഞാൽ ഔട്ട്സൈഡ് ടു ഇൻസൈഡ്, ഇൻസൈഡ് ആക്ഷൻ അലോ അത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. ശേഷം ഇവിടെ കമ്മിറ്റ് അടിക്കുക. ഓക്കെ കമ്മിറ്റ് അടിച്ചു. എല്ലാ ബേസിക് കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇൻ്റർഫേസ് കോൺഫിഗറേഷൻ, പോളിസി ക്രിയേഷൻ, എവറിത്തിങ് ഡൺ. ഇനി നമ്മൾ ഈ പി സിയിൽ നിന്ന് നമ്മൾ ISPയിലേക്ക് റീച്ചബിലിറ്റി ഉണ്ടോ നോക്കാം. ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ഇവിടെ VPC എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ ബേസിക് കോൺഫിഗറേഷനൊക്കെ കഴിഞ്ഞു. ഇൻ്റർഫേസ് കോൺഫിഗറേഷൻ, പോളിസി ക്രിയേഷൻ ആൻഡ് സോൺ ക്രിയേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ റീച്ചബിലിറ്റി ചെക്ക് ചെയ്യാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ പി സിക്ക് നമ്മൾ IP കൊടുത്തിട്ടുണ്ട്. ഷോ IP എന്ന് അടിക്കുമ്പോൾ നമ്മുടെ പി സിയുടെ IP കാണിക്കുന്നതാണ്. 1.2 ആണ് ഈ പി സിൻ്റെ IP ആൻഡ് 1.1 ആണ് ഇതിൻ്റെ ഗേറ്റ് വേ. ഓക്കെ അതിനുശേഷം നമ്മൾ ഗേറ്റ് വേയിലേക്ക് പിങ് ചെയ്ത് നോക്കുക. ഓക്കെ പിങ് 192.168.1.1 ഗേറ്റ് വേയിലേക്ക് പിങ് ചെയ്യുമ്പോൾ പിങ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പിങ് ടു ISPയിലേക്ക് കേട്ടോ. 100.10.10.2ലേക്ക് പിങ് ചെയ്യുമ്പോൾ പിങ് കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കിയാൽ, അതായത് ഈ ഒരു നെറ്റ്വർക്കിൽ നിന്ന് 1.0 നെറ്റ്വർക്കിൽ നിന്ന്, അതായത് 192.168.1.0 നെറ്റ്വർക്കിൽ നിന്ന് ഗേറ്റ് വേയിലേക്ക് പിങ് പോകുന്നത്. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടേക്കും പോകുന്നുണ്ട്, കാരണം അത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ബട്ട് ഈ ഒരു ISPന് അതിൻ്റെ റൗട്ടിംഗ് ടേബിൾ നോക്കുന്ന സമയത്ത്, അതിൻ്റെ റൗട്ടിംഗ് ടേബിൾ നോക്കുമ്പോൾ ഷോ IP റൗട്ട്, അപ്പോൾ അതിന് ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത ഇൻഫോർമേഷൻ മാത്രമേ ഉള്ളൂ. അതായത് 100.10.100.20 സീരീസ് മാത്രമേ ഉള്ളൂ. ഇതിനറിയില്ല, അതായത് ഈ ഇൻ്റർഫേസിലേക്ക് എങ്ങനെ പോകേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒന്നുകൂടി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് നോക്കാം. വയർഷാക്ക് വെച്ചിട്ട് ക്യാപ്ചർ ചെയ്ത് നോക്കാം. ഓക്കെ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ ക്യാപ്ചർ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി പിങ് ചെയ്ത് നോക്കാം. അത് ഗേറ്റ് വേയിലേക്കല്ല ISPയിലേക്ക് ഒന്നുകൂടി പിങ് ചെയ്ത് നോക്കുക. നമുക്കറിയാം ഇവിടെ പിങ് റിക്വസ്റ്റ് പോകുന്നുണ്ട്, പക്ഷെ റിപ്ലൈ പോകുന്നില്ല.
അപ്പം റിക്വസ്റ്റ് എങ്ങനെ പോകുന്നത് വെച്ചാൽ സോഴ്സ് ഇൻ്റർഫേസ് 1.2 ആണ്. ഡെസ്റ്റിനേഷൻ 10.2. പക്ഷേ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ ഡെസ്റ്റിനേഷന് റിപ്ലൈ പോകുന്നില്ല. കാരണം എന്താ, ഡെസ്റ്റിനേഷൻ തന്നെ അറിയില്ല. അതായത് ഈ ഇതിനെ സംബന്ധിച്ചോളം ഡെസ്റ്റിനേഷൻ ഏതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് പോകാത്തത്. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിക് റൗട്ടിങ് ചെയ്താൽ ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് റൗട്ടിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ IP റൗട്ട് 190.168.1.0 സബ്നെറ്റ് മാസ്ക് ആൻഡ് നെസ്റ്റ് ഹോപ്പ് 10.1. ഈ ഒരു കോൺഫിഗറേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പിങ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പിങ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് റിക്വസ്റ്റ് പോകുന്നുണ്ട്, റിപ്ലൈ പോകുന്നുണ്ട്. അതായത് റിക്വസ്റ്റ് വരുന്നത് 1.2 എന്നാണ്, റിപ്ലൈ പോകുന്നത് 2. അപ്പോൾ അതായത് ഈ നെറ്റ്വർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി റീപ്ലൈ കിട്ടും. ഓക്കെ.